ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിൽ വളരെ സീനിയറായ ഒരു പ്രഗത്ഭ കവിയെക്കൊണ്ട് പാട്ടെഴുതിക്കണമെന്ന് സംവിധായകൻ ജിസ് ജോയും സംഗീത സംവിധായകൻ ദീപക് ദേവും തീരുമാനിച്ചു. അവരാ കവിയെ വിളിച്ച് ഗാനരചനയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അവരുടെ ആവശ്യം മാന്യമായി നിരസിച്ചു. കാരണം ആ ചിത്രത്തിലെ പുഞ്ചിരി തഞ്ചും എന്നു തുടങ്ങുന്ന ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നേരത്തെ തന്നെ എഴുതിയിരുന്നു. മറ്റൊരു ഗാനരചയിതാവുമായി പേര് ഷെയർ ചെയ്യാൻ ആ കവിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. ആ ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും താൻ തന്നെ എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ആ പടത്തിൽ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ അവർ മറ്റൊരു കവിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം പാട്ടെഴുതാമെന്ന് സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ട്യൂണിനനുസരിച്ചുള്ള ഡമ്മി ലിറിക്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ജിസ് ജോയ് കുറച്ച് ഡമ്മി ലിറിക്സ് തയ്യാറാക്കി ദീപക് ദേവിന് അയച്ചുകൊടുത്തു. ദീപക് ദേവ് വരികൾ വായിച്ചതിന് ശേഷം ജിസിനോട് ഇങ്ങനെ പറഞ്ഞു: ഈ വരികളൊന്ന് മോഡിഫൈ ചെയ്ത് തനിക്ക് തന്നെ ഈ പാട്ട് മുഴുവനായി എഴുതിക്കൂടെ? അങ്ങനെ ജിസ് ജോയ് എഴുതിയ ആദ്യ പാട്ടാണ് ബൈസൈക്കിൾ തീവ്സിലെ. ഇതിനുശേഷം ജിസ് ജോയുടെ എല്ലാ പടങ്ങളിലും പാട്ടെഴുതിയത് പുള്ളി തന്നെയായിരുന്നു. എന്നാലും ആരായിരിക്കും ഒരു പാട്ട് മാത്രമായി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ പ്രഗത്ഭനായ കവി?